ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സാറ്റർഡേ വ്ലോഗ് ചെയ്യാൻ നോക്കേ. കാരണം ഇന്ന് ഞങ്ങൾ ഒരു ബേബി ഷവറിന് പോവാണ്. അപ്പോൾ അതിൻ്റെ മേളാങ്കങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇന്ന് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ നടക്കുന്ന ഒരു സാറ്റർഡേ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം എന്ന് ഓർത്തു. അപ്പം നമുക്ക് നമ്മുടെ സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ആദ്യം തന്നെ എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ വിസ അപ്ലൈ ചെയ്തേക്കുവാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ നീക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം വിസ ഒന്നോ നോക്കുവാണ്. ഓ മൈ ഗോഡ്, എന്തൊരു കാത്തിരിപ്പാണെന്ന് എനിക്കറിയില്ല. ഇന്ന് അവര് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്നും അമ്മയുടെ വിസയുടെ ഒരു അറിവുമില്ല. അപ്പൊ അയർലൻഡിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമെയിൽ വരുമല്ല, അല്ലെങ്കിൽ മറ്റേ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് കോൾ വരുമല്ലോ ചെയ്യണം. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ ലിസ്റ്റ് വരും. എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും അങ്ങനെയാണോ എന്ന്. UK അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എന്താ ഡിസിഷന്റെ ഒരു ലിസ്റ്റ് വരും. അതിനകത്ത് നമ്മൾ എല്ലാ ദിവസവും കയറി നോക്കണം. അതിന്റെ തലേ ദിവസം വരെയുള്ള ആളുകളുടെ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ അപ്രൂവ് ആയോ റിഫ്യൂസ്ഡ് ആയോ എന്നുള്ളത് വന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ സെറ്റ് ആക്കുന്നത്. അപ്പൊ എന്തായാലും അത് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നലെ മോൻ രാവിലെ 2 മണി മുതൽ ഒരു 5 മണി വരെ ചുമ്മാ ഇട്ടിരുന്ന് കരയായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അവനെ നടുക്കിങ്ങനെ വെച്ചിട്ട് അവൻ കരയല്ല, ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ കളിപ്പാട്ടൊക്കെ കൊടുത്തപ്പോൾ അവൻ അവിടെ ഇരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചൊക്കെ ഉറങ്ങി. പക്ഷെ എനിക്കിപ്പോ ഒരു 7:30 കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അറിയില്ല എന്താണ്, എനിക്ക് ഉറങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എണീറ്റ് പോന്നു. ഇന്നെന്തായാലും എനിക്ക് റെഡി ആവുക ചെയ്യണമല്ലോ ആ പരിപാടിക്ക്. അപ്പോൾ പരിപാടി ശരവണ ഭവനിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങള് ശരവണ ഭവനിലെ ഫുഡിന്റെ ഭയങ്കര ആരാധകരാണ്. എല്ലാവർക്കും മനസ്സിലാവില്ലായിരിക്കും നോൺ വെജ് കഴിക്കുന്നവർക്ക്. ഞങ്ങൾ നോൺ വെജ് കഴിക്കും. സ്റ്റിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഫുഡിന് വേണ്ടിയാണ്. കുമാറിനാണ്, അജിത്തിന്റെ ഫ്രണ്ടിന്റെ ബേബി ഷവറാണ്, ഭാര്യയുടെ. അപ്പൊ അതിനു വേണ്ടി പോവാണ്. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന്റെ എക്യുപ്മെന്റ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ ചുറ്റും ഇരിക്കുകയാണ്. എന്താണ് ആവി അടിക്കുന്ന സാധനം, അത് ഇത് പല സാധനങ്ങൾ. അവന് അസുഖം മാറി വരുന്നേ ഉള്ളൂ. ഞങ്ങളൊരു ലൈറ്റ് ഷോ കാണാൻ വേണ്ടി പോയതാ ഡിസംബർ 30 ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ അത്രയും തണുപ്പ് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം അത്രയും തണുപ്പേ ഉണ്ടായിരുന്നില്ല. സഡൻലി ഒരു തണുപ്പങ്ങ് വന്നിട്ടേ. അവൻ കുഞ്ഞല്ലേ, അവനാണെങ്കിൽ ഗ്ലൗസ് ഇടാനും സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ടും നമുക്ക് എന്തോ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ റിസ്ട്രിക്റ്റ് ആയ പോലത്തെ ഒരു ഫീലിംഗ് വന്നിട്ട് ഭയങ്കര പാടായിരുന്നു. എപ്പോഴും വേണം അവന്റെ ഒരു സൂട്ടിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് അവന് ഗ്ലൗസ് ഇടാനും പറ്റത്തില്ല. പുള്ളി ഗ്ലൗസ് ഇടാൻ സമ്മതിക്കില്ല. അവനെ ജാക്കറ്റ് തന്നെ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഒരു പണി കിട്ടി ഞങ്ങൾക്ക്. ഹായ് 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 ഡു യു നോ ദ മഫിൻ മാൻ. ഇന്നലെ രാത്രി ഇനി 2 മണിക്ക് എണീറ്റ് എന്ന് പറയില്ല. ഇവന് ഏറ്റവും കൂടുതൽ സൂത്തിങ് ആയിട്ട് തോന്നുന്ന പാട്ട് മറ്റേ ബേബി ഷാർക്കും അങ്ങനത്തെ കുട്ടികളുടെ റൈംസ് ആണ്. അപ്പൊ നമ്മൾ അലക്സോട് പറഞ്ഞു, അലക്സ കൊക്കമലനിലെ ബേബി ഷാർക്ക് വയ്ക്കൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ തുടർന്നുള്ള എല്ലാ പാട്ട് വെച്ചോണ്ടിരുന്നു. നമ്മള് വീഡിയോ കാണിക്കാറില്ല ഇപ്പൊ. ആകെ ഇടയ്ക്ക് മറ്റേ ഞാൻ മാത്രം ഉള്ളെങ്കിൽ മിസ് റേച്ചലിന്റെ ഒരു ഇച്ചിരി കാണിക്കും. ഇവന്റെ നമ്മൾ നാപ്പി ചേഞ്ചിങ് സമയത്തോ അല്ലെങ്കിൽ അവന്റെ എന്താ പറയുക ഡ്രസ്സ് മാറണം. ഞാൻ മാത്രം ഉണ്ടെങ്കിൽ അജിത്ത് ഉണ്ടെങ്കിൽ ചെയ്യില്ല. കാരണം അവൻ എന്റർടൈൻ ചെയ്യാൻ ഒരാളുണ്ടല്ലോ, അങ്ങനെ ചെയ്യും. അപ്പൊ ഇവന് ഇങ്ങനെ പാട്ട് വെച്ചോണ്ടിരിക്കുവായിരുന്നു ഇന്നലെ രാത്രി. അപ്പൊ ഇന്നലെ രാത്രി എന്റെ പോലെ സ്വപ്നത്തിലേക്ക് ഈ പാട്ടാ. എന്റെ സ്വപ്നത്തിലെ ആൾക്കാരൊക്കെ ഈ പാട്ടിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. സോറി, എന്റെ സ്വപ്നങ്ങൾ വീടാണ്. അങ്ങനെ അപ്പൊ അതിനകത്തുനിന്ന് കിട്ടിയ പാട്ടാണ്. എന്തൊക്കെയോ പാട്ട് കേട്ടു. കാരണം 4 മണിക്കൂർ തുടർച്ചയായിട്ട് അലക്സ കുട്ടികളുടെ പാട്ട് പാടുന്നത് ഏതൊക്കെയോ ഭാഷയിൽ, ഹിന്ദി, തെലുങ്ക്, കന്നഡയിലൊക്കെ പാട്ട് ഞാൻ കേട്ടു. മലയാളത്തിൽ മാത്രം കേട്ടില്ല കേട്ടോ. എന്താ അലക്സക്ക് ഞങ്ങൾ അറിയില്ലടാ. അവനെ സൂട്ട് ചെയ്ത് അവനെ ഏറ്റവും പെട്ടെന്ന് വർക്ക് ചെയ്യുന്നത് കോക്കമലന്റെ വേർഷനിലുള്ള ബേബി ഷാർക്ക. മറ്റേ പിങ് പോങ് എന്ന് പറഞ്ഞ വേർഷനിലൊന്നുണ്ട്. അവന് അത്ര ഏക്കില്ല. ഇതവൻ ഏക്കും. ഇതവൻ കേട്ടോണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ബീറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് ഇവനെ സമാധാനിപ്പിച്ച് വെക്കുന്നത്. പക്ഷെ ഇന്നലെ അത്ര കുഴപ്പമില്ല. നോർമലി അവൻ എണീറ്റ് നിങ്ങളെ മുടി പിടിച്ച് വലിക്കും, ഉറങ്ങാൻ പറ്റില്ല. ഇന്നലെ ഞാൻ അവന് കളിക്കാനുള്ള സാധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളുടെ നടുക്ക് ഞങ്ങൾ വി പോലെ ഇങ്ങനെ നടന്നിട്ട് അവനെ നടുക്കിട്ട് വെച്ചു. അവൻ അങ്ങനെ പോകാതിരിക്കും. അവൻ അവിടെ തന്നെ ഇരുന്ന് കളിച്ചു, അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മേത്ത് വന്ന് കിടന്നു. മേത്ത് വന്നിരുന്നപ്പോൾ ഞാൻ കിടത്തി ഉറക്കി. പക്ഷെ ഉറങ്ങി ഞാനും ഡീപ്പ് സ്ലീപ്പിൽ പോയി. ഇവനും ഡീപ്പ് സ്ലീപ്പിൽ. എനിക്ക് ശ്വാസം മുട്ടി എന്തോ എന്റെ മേത്തിരിക്കാൻ തോന്നുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ തിരിച്ച് നോർമലിലേക്ക് ഒന്ന് പ്രതീക്ഷിച്ചത് അത് കൊച്ചാ മേത്തിറക്കണേ. എനിക്ക് എന്തോ ഇങ്ങനെ ഭയങ്കര ശ്വാസം മുട്ടി, ഇങ്ങനെ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാണ്ടേ. പിന്നെ ഞാൻ അവനെ താഴ്ത്തിറങ്ങി കിടത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എണീറ്റു. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എണീറ്റു. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തു. അല്ലെങ്കിൽ ഇനി അജിത്ത് വരുമ്പോഴത്തേനും ഒന്നോടെ വൈകും. ബാക്കി പരിപാടികളിലേക്കും ഡ്രസ്സ് ചെയ്യാനൊക്കെ കയറണല്ലോ. അപ്പൊ ഞാൻ അപ്പം ഉണ്ടാക്കി തുടങ്ങാം. ചായ ഞാൻ വച്ചുകൊണ്ടിരുന്നപ്പോൾ അജിത്ത് പറഞ്ഞ 20 മിനിറ്റ് എടുക്കുന്നു. അപ്പൊ ചായ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വെക്കാം എന്ന് ഓർത്തു. അപ്പൊ ഞാനിനി അപ്പം ഉണ്ടാക്കി തുടങ്ങുകയാണ്. ഒരാളവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അവന്റെ കളിയൊക്കെ നടക്കട്ടെ.
ഇപ്പൊ ഞാൻ ഈ സ്റ്റാൻഡ് വെച്ചേക്കുന്നത് എന്റെ കിച്ചന്റെ ഇതിന്റെ വെള്ളി കൗണ്ടറിന്റെ വെള്ളം വെച്ചേക്കുക. കാരണം താഴെ എനിക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് താഴെ എനിക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കാലിലൊന്ന് വലിച്ചു നിൽക്കുന്നത്. വന്നു താഴെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇതേ കൂണുകറി, അപ്പം, ഇതൊരു ചമ്മന്തിയാണ്. ഞാൻ ഇന്നലെ ഒരാൾ ഇവിടെ കളിയിലാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങാന്നൊക്കെ പറഞ്ഞ് പോയ ആൾ വന്നിരിക്കണണ്ടാ. അവിടെ ചെന്നിപ്പോ എന്നോട് വഴക്ക്, കരിഞ്ഞു പിടിച്ച് താഴ്ത്തോട്ടു. മുടി സ്ട്രൈറ്റ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ഇല്ലെങ്കിലേ ആ പണി അവിടെ കിടക്കും. നീട്ടം നല്ലോണം ഇപ്പൊ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ മോനുണ്ടാവണേന്ന് ഞാൻ മുടി വെട്ടിയില്ല. അത് ഞാൻ മുടി വെട്ടിയിട്ടില്ല. അന്ന് മറ്റേ പ്രേമില് റിലീസായിരുന്ന സമയത്ത് ഞാൻ മമിത ബേജുവിന്റെ സ്റ്റൈലിൽ മുടി വെട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ വെട്ടിയായിരുന്നു. പക്ഷെ അത് കുറച്ച് ഒരു മാസം പോലും ആ ഹെയർ സ്റ്റൈൽ നമുക്ക് നിൽക്കില്ല. കാരണം അതിങ്ങനെ ഫ്രിഞ്ചസ് ഇടുന്നതുകൊണ്ട് എന്താ പറയാ, അത് അപ്പൊ തന്നെ പിന്നെ വൃത്തിയാവും. അപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പാടാം കേട്ടോ. പക്ഷെ ആദ്യം വെട്ടിയിട്ടപ്പോ നല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്റ്റൈല് പരീക്ഷിച്ചു. എന്റെ മുടിയിൽ ഈ കുഞ്ഞിലേ മുതൽ ഡാൻസ് കളിക്കണമെന്നുണ്ടല്ലോ. എപ്പോഴും ഡാൻസ് കളിക്കാൻ നേരത്ത് മുടി കെട്ടണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് മുടി ഇങ്ങനെ വെട്ടുവോ നല്ല ഫാഷനബിൾ ആയിട്ട് വെട്ടിടാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ ഡാൻസും പാട്ടൊന്നും അങ്ങനെ ഒരു സ്റ്റേജിൽ കയറി കളിക്കുന്ന ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് വെട്ടിയില്ല. ബട്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇങ്ങനെ മുടി വെട്ടാത്ത ഒരാള് എന്ന നിലയിൽ എനിക്കൂടെ എന്റെ കൂടെ പഠിക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെ വെട്ടത്തുണ്ടായിരുന്നില്ല. എന്റെ ഫ്രണ്ട്സും ആരും. എന്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര ചുരുണ്ട മുടിയായിരുന്നു. അവൾ അതിൽ പരേശാൻ. എനിക്ക് മുടി ഉണ്ടായിരുന്നില്ല, ഞാൻ അതിൽ പരേശാൻ. അങ്ങനെയൊക്കെയായിരുന്നു. അവൾ പറയണ കുളിച്ച് കഴിയുമ്പോഴത്തേനും അവൾക്ക് മാത്രമല്ല എന്റെ ചേച്ചിക്കും അങ്ങനത്തെ സെയിം മുടി. അപ്പൊ എനിക്കറിയാം അതിന്റെ അവസ്ഥ. കാരണം കുളിച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ല നീപ്പത്തി കിടക്കും. ആൻഡ് വൺസ് അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് ആക്ഷൻ പോലെ ആവുന്ന അവൾ പറയണം. സ്പ്രിംഗ് ആക്ഷൻ പോലെ അത് തിരിച്ചു കയറുന്നതാണ് അടിപൊളി. ഈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഇപ്പോഴും നല്ല കൂട്ടായിട്ട് പോകുന്ന ആൾക്കാരില്ലേ, ദേ ആർ സോ ലക്കി. ലൈക്ക് അവർക്ക് മറ്റേ കണ്ണാടി പോലത്തെ തന്നെ ചങ്ങാതികളുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും, ഹോപ്പ്ഫുള്ളി. കാരണം എല്ലാം പറയാൻ പറ്റുന്ന, നമ്മളെ പറ്റി എല്ലാം അറിയുന്ന ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിയലി ലക്കി. എനിക്കുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പാടാണ്. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് പല നാടുകളിലാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ ഫോൺ വിളിക്കുന്ന ടൈമിംഗ് ഒക്കെ മാറും. ആകെ ഒരു അഴുക്കാ പൊടിക്കായിപ്പോ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ മുടി സ്ട്രൈറ്റൻ ചെയ്ത് നമുക്ക് മുഖത്തിലേക്ക് കിടക്കാം. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബ്രാൻഡഡ് സാധനം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആളല്ല കേട്ടോ. ഞാൻ നല്ലതാണോ എന്ന് നോക്കും, ഇൻഗ്രീഡിയൻസ് നോക്കും, മേടിക്കും. അത്രേ ഉള്ളൂ എനിക്ക്. ഇതുവരെ കുറച്ചു നേരം അത് മോസ്റ്റ് ആവട്ടെ. ആക്ച്വലി രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഈ ബ്ലിബ പറ്റിയിട്ട് കിടക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യാറ്. പക്ഷെ ഞാൻ മറന്നു. അതാണ് പ്രശ്നം. നമ്മൾ മറന്നു പോയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഓർക്കുന്നത്, ഞാൻ എന്റെ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ്, പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് മുഖത്തും എല്ലാം സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് കിടക്കാറുണ്ടായിരുന്ന ഒരു കാലം. ഐ ഡോണ്ട് ഡു ദാറ്റ് എനിമോർ. കുറച്ച് ഹൈലൈറ്റേഴ്സും കൂടി ഇടാം. നല്ല ചീപ്പോൺ ദൈവം തന്നേക്കുമ്പോൾ എന്തിനടുത്ത് കളയുന്നത്? ഇടുമ്പോ തന്നെ എന്താ ഒരു വ്യത്യാസം തന്നെ കാണുന്നത്. നേരായിട്ട് റെക്കോർഡ് ചെയ്യുന്നു, പക്ഷെ എന്റെ സൗണ്ട് പിടിക്കുന്നില്ല. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിവേ, ഞാൻ വിചാരിച്ച ഡ്രസ്സ് അല്ല കേട്ടേക്കണം. ഞാനൊരു യെല്ലോ ഒരു കുർത്തി, ഒരു സൽവാർ സൂട്ട് ഇടാനായിരുന്നു പ്ലാൻ. പക്ഷെ അതെനിക്ക് ഭയങ്കര ലൂസാണ്, അതെനിക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മാറിയേക്കാണ്. നമ്മളിപ്പോൾ നേർവകച്ചിലെടുക്കുന്നത് ഭയങ്കര കോമൺ ആണല്ലോ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമില്ല. അമ്മ പറയുന്നത് പ്രായം തോന്നിക്കുന്നതാണ്. ബട്ട് ഐ പ്രിഫർ ദിസ്. ഞാൻ നേരത്തെ ലിപ് ബാം പരട്ടി വെച്ചുകൊണ്ട് ഇച്ചിരി പെട്ടെന്ന്, പക്ഷെ നമുക്ക് ഭയങ്കര ഡ്രൈ ആണ് എൻ്റെ ലിപ്സ്. ഐ ഡോണ്ട് നോ വൈ. കണ്ടോ, എത്ര ഇട്ടാലും ശരിയാവില്ല ലിപ്സ്റ്റിക്ക്. എനിക്ക് മാറ്റ് ഫിനിഷിങ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ചുണ്ടിൽ ഒട്ടും അത് സെറ്റ് ആവില്ല. കാരണം ഇങ്ങനെ ഡ്രൈ അല്ലേ, എന്നിട്ടത് പൊട്ടി ആൾക്കാർ ചുണ്ട് പൊട്ടി ചോരായിരുന്നു എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ, അതും റെഡി. ഓക്കെ, ഒട്ടും കുത്തി. ദാറ്റ്സ് ഹൂ ആർ ദീസ് പീപ്പിൾ? എനിവേ, മുടിയൊക്കെ നരച്ചു തുടങ്ങി. ഫുൾ കാണിക്കാം ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഫുള്ള് കാണാൻ പാടില്ലേ? ഏകദേശം ഇതാണ് എൻ്റെ ടോപ്പ്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ബ്ലാക്ക് ലെഗിങ്സ് ആണ്. ഏകദേശം ഇങ്ങനെ എൻ്റെ ഫുൾ ബുക്ക് വരുന്നത് കേട്ടോ.
ആദ്യയുടെ സാധനങ്ങൾ വയ്ക്കുന്ന ബാഗിൽ അവൻ്റെ എല്ലാ സാധനങ്ങളും ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുകയാണ്. ഒരു എക്സ്ട്രാ ഉടുപ്പും ഞാൻ വെച്ചു. നിങ്ങൾ നിങ്ങളുടെ ബേബിയുടെ ബാഗിൽ എന്തൊക്കെ സാധനം വെക്കണമെന്ന് കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് എന്ത് കാര്യം അല്ലേ? ജാക്കറ്റ് കിടന്നു വെരി ബാഡ്. എന്റെ കമ്മലും മാലയൊക്കെ പറിച്ചെടുക്കും. ഞങ്ങളെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒരാൾ ഉറങ്ങിയോണ്ട് അവൻ്റെ പ്രാമിലിരിക്കാൻ റെഡിയല്ല. അപ്പോൾ ഞങ്ങൾ ഇനി നടന്ന് ബേബി ഷവർ അറ്റൻഡ് ചെയ്യാനായിട്ട് ശരവണ ഭവനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ബേബി ഷവറൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ലിഡിലിൽ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഈ ആഴ്ചത്തെ ഷോപ്പിംഗ് തീർക്കാമെന്ന് പറഞ്ഞു. ഈ സാൽമൺ എന്ന് പറയുന്ന സാധനം ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ മണം ഒട്ടും പിടിക്കില്ല. പക്ഷെ അത് എടുക്കണോ വേണോ എന്ന കൺഫ്യൂഷനിലാണ് അജിത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തായാലും ചിക്കൻ എടുക്കും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ചിക്കൻ തൈസ് എടുത്തു. പാസ്ത സോസ് ട്രൈ ചെയ്ത് പിന്നെ ഇപ്പോൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും ടൈപ്പ് ഓഫ് പാസ്ത സോസ് മേടിക്കുക ചെയ്യണത്. ഞാൻ പലതും ഒരാഴ്ച ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ കുറച്ച് കാഷ്നട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ എപ്പോഴും നാട്ടിൽ കൊണ്ടുപോകുന്ന സാധനം. ഭയങ്കര മധുരമാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്നു അല്ലേ ബേബി? കാളച്ചക്കൻ ട്രോളിയിൽ ഇരുന്നില്ല. അമ്മ എത്തോണ്ട് നടന്നു. നമ്മുടെ കൈ വലിച്ചു. നമ്മുടെ ഫ്രിഡ്ജിൽ കയറ്റേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് വേറെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. കുറച്ച് നേരം പോയി കിടക്കണം. എന്തെങ്കിലും നാട്ടിലെ പോലെ തന്നെ നാട്ടിലെ കല്യാണം കഴിക്കുന്ന ഫീലിംഗാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും ഇവൻ ഇവിടെ മേടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പ്യൂറയാണ്. ലൈക്ക് ഞാനിപ്പോൾ ചിലപ്പോൾ റാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവൻ ഇതൊഴിച്ചു ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറ്. അതിൽ ഫ്രൂട്ട്സ് അകത്തെല്ലാം വേണ്ടിയിട്ട്. ഇതിപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ, പംകിൻ, ആപ്പിൾ, ബ്ലൂബെറിയുടെ ഒരു മിക്സാണ്. അപ്പോൾ ഇത് ഞാൻ റാഗി വേവിച്ചിട്ട് അല്ലെങ്കിൽ കായപ്പൊടി ആണെങ്കിൽ അത് വേവിച്ചിട്ട് കൊടുക്കും. ചിലപ്പോൾ ഓട്സ് വെച്ചിട്ട് കൊടുക്കും. ഇതിങ്ങനെ തന്നെ നമ്മുടെ കുഞ്ഞു നുറുക്ക് ഗോതമ്പില്ലേ അതിൻ്റെയൊക്കെ കൂടെ കൊടുക്കാറുണ്ട് ചിലപ്പോൾ. ലൈക്ക് എനിക്ക് ഇപ്പം നമ്മൾക്ക് സമയം കിട്ടിയില്ല, ഇവൻ ഭയങ്കര ക്രാങ്കിയായിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് കൂടുതൽ നേരം ഉപയോഗിക്കണം പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ ഹാൻഡി ആയിട്ട് കൊടുക്കാം. ലൈക്ക് ഇതൊരു സ്പൂണിലേക്ക് എടുത്ത് ഇവന് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഇവൻ ഇത് ശരിക്കും ചപ്പി കുടിക്കാനുള്ള പ്രായമായി. അപ്പോൾ അങ്ങനെയാണെങ്കിലും കൊടുക്കാം. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇത് ഭയങ്കര ഹാൻഡിയാണ്. നമുക്ക് കുറുക്കിക്കൊണ്ട് പോയാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ തണുത്തു. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷനായിട്ട്. ഞങ്ങൾ ഇവിടെ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനം കിട്ടും. സ്നാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ചേർക്കാത്ത തരത്തിലുള്ള സാധനങ്ങളാണ്. ലൈക്ക് ഇപ്പോൾ ക്യാരറ്റിൻ്റെ പഫ് പോലത്തെ പിന്നെ പൊരി പോലത്തെ സാധനങ്ങളില്ലേ, പൊരി നമ്മുടെ നാട്ടിലത്തെ പൊരി, ഇങ്ങനെ ഒരു അതിൻ്റെ ഇവിടെ റൈസ് കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ അവന് കൊടുക്കും. അത് അവന് കഴിക്കാനും ഇഷ്ടമാണ്. കുറച്ച് നേരം എടുക്കും തിന്നാൻ. അപ്പം നമുക്ക് സമയം കിട്ടും. കുറച്ച് രണ്ട് കൂട് പാല് നമ്മൾ ഒറ്റ വലിയ കൂട് മേടിക്കാറില്ല. കാരണം അഞ്ച് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണമായിട്ടാണ് മേടിക്കുക കുഞ്ഞിത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച ഉപയോഗിക്കുന്ന അവക്കാഡോ ഉണ്ടോ. ഞാൻ അവന് അവക്കാഡോ കൊടുക്കും. അവക്കാഡോ മറ്റേ ബോയിൽ ചെയ്ത എഗ്ഗും കൂടെ മാഷ് ചെയ്തിട്ട് കൊടുക്കും. വലിയ പ്രിയമൊന്നുമില്ല, എന്നാലും ഞാൻ കൊടുക്കും. അത് ഭയങ്കര നല്ല സാധനമാണല്ലോ അവക്കാഡോ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഒരെണ്ണം ഹാഫ് ഫാറ്റ് ആയതുകൊണ്ട് ഒരെണ്ണത്തിന്റെ ഹാഫ് ഒരാൾ കഴിക്കാൻ എന്തായാലും ട്രൈ ചെയ്യും. അജിത്തിന് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഞാൻ അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് അതിനൊന്ന് ലൈക്ക് ദേശീകരിച്ചെടുക്കുമ്പോൾ അജിത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് ഞാൻ എല്ലാവരെയും വയറ്റിലെത്തിക്കാൻ നോക്കുന്ന ഒരു ഐറ്റമാണ് അവക്കാഡോ. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അവക്കാഡോ. ഇച്ചിരി ഉപ്പ് കുരുമുളക് പൊടി ഇട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്ലോക്കമോളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അങ്ങനത്തെ അവക്കാഡോ ഞങ്ങളുടെ വീട്ടിൽ ചിലവാകും ഒരാഴ്ച. വൈകുന്നേരമായപ്പോഴത്തേനും ഞങ്ങൾക്ക് വീട്ടിൽ നിന്നിട്ട് സമാധാനമില്ല. അപ്പം ഞാൻ ഓർത്തു പുറത്തത് അഞ്ജുഷയുടെ വീട്ടിൽ പോവാന്ന്. ഈ തണുപ്പത്ത് ഞാൻ ഇവനെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോവാൻ കേട്ടോ. ഇവിടെ എല്ലാവരും പറയും ഞങ്ങളങ്ങനെ ഒരു മഴയത്തും പോകുമ്പോൾ ഈ കഷ്ടപ്പെട്ട് പോകുന്നത് ചുമ്മിരുന്ന് വർത്താനം പറയാറില്ലെന്ന്. പക്ഷേ വേറൊരാളെ കാണാണ്ട് നമ്മൾ ഒരാഴ്ചയ്ക്ക് ഇരുന്ന് കഴിയുമ്പോഴേ വേറൊരു മനുഷ്യനെ നമ്മൾ കാണണമല്ലോ. ഇവനാണെങ്കിലും അവളെ കാണുമ്പോഴേക്കും ഒരു സമാധാനം ഉണ്ട് കുഞ്ഞിനെ. അപ്പോൾ അവിടെ വരെ പോയിട്ട് വരാൻ ഓർത്തു. പോകാനൊന്നുമില്ല കേട്ടോ. ഞാൻ എത്തി, വീട്ടിൽ നിന്ന് ഇറങ്ങി എത്തി. അപ്പം അങ്ങോട്ട് പോകാൻ ഓർത്താം. എന്ത് ക്യൂട്ടല്ലേ ഡ്രസ്സ്. ഇത് അവൻ്റെ അച്ഛൻ മേടിച്ചു വെച്ചെങ്ങനെയായിരുന്നു? ഒരു ആന ചാറിരിക്കുന്നത്. ഡിമ്മനെ കാണുമ്പോൾ ബിരിയാണി ഇങ്ങനെ കണ്ടോ? എന്താണോ ഇങ്ങനെയാണോ പെൺപിള്ളേരെ കണ്ട ഇങ്ങനെയാണോ? എന്റെ ചുക്കടോ എക്സൈറ്റ്മെന്റ്.
കളിച്ചമ്മ പോയി. അമ്മ കിച്ചൺ ക്ലീൻ ചെയ്യുവാണ്. കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു. ആദിക്ക് പനി ആയതുകൊണ്ട് നമ്മളിപ്പോൾ അവനെ രാത്രി കുളിപ്പിക്കുമ്പോൾ പനിക്കൂർക്ക് ചൂടാക്കിയ വെള്ളം തിളപ്പിച്ചാറ്റിയിട്ടാണ് അങ്ങ് കുളിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കിടന്നുറങ്ങാൻ സമയമായിട്ടുണ്ട്. ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ സാറ്റർഡേ. ഞങ്ങൾ ബേബി ഷവറിന് പോയി. അപ്പുറത്തെ വീട്ടിൽ അഞ്ജുഷയുടെ വീട്ടിൽ പോയി. ഇവൻ കുറേ നേരം കളിച്ച് എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ കുറേ നേരം കളിപ്പിച്ചു. ഇനി പെട്ടതേ അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അജിത്തിനൊരു സിനിമ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കും ഒരു സീരീസ് കാണാനുണ്ട്. അപ്പോൾ ഇവനെ ഉറക്കിയിട്ട് നൈസായിട്ട് റൂമിലിരുന്ന് കാണാനാണ് പ്ലാൻ. കുറച്ച് എഡിറ്റിങ് ചെയ്യാനുണ്ട്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ.